2024 മെയ് 30 വ്യാഴം. ഇന്ന് 1199 ഇടവം 16. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പ്രഖ്യാപനവുമായി കേന്ദ്രം. മമതയുടെ എതിർപ്പ് പാഴായി. ബംഗാളിലും CAA നിർണായക നടപടി. അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ വിവാദ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണ നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിക്കുന്നതിനിടെയാണ് നടപടി. അപേക്ഷകർക്ക് അതത് സംസ്ഥാനങ്ങളിലെ സമിതികൾ പൗരത്വം നൽകിയതായി കേന്ദ്രം വ്യക്തമാക്കി. മറ്റന്നാൾ നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ ബംഗാളിൽ നിന്നുള്ള 9 മണ്ഡലങ്ങളുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ മാർച്ച് 11-നാണ് CAA നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത്. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഡൽഹിയിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് ഈ മാസം 15-ന് ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിതരണം ചെയ്തത്. 300-ലേറെ പേർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയതായും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം ഒഴികെ 6 മതങ്ങളിൽപ്പെട്ടവർക്കാണ് CAA പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുള്ളത്. കാലവർഷം ഇന്നെത്തും. ഇപ്പോഴേ വെള്ളക്കെട്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ എത്തുമെന്ന് പ്രവചിച്ചിരുന്ന കാലവർഷമാണ് ഒരു ദിവസം നേരത്തെ എത്തുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിൻ്റെ തെക്കൻ മധ്യമേഖലകളിൽ ഇന്നലെയും കനത്ത മഴ തുടർന്നു. ആറുകൾ പലതും കരകവിഞ്ഞു. എറണാകുളത്ത് കളമശ്ശേരി, ഇടപ്പള്ളി, കാക്കനാട് മേഖലകൾ വീണ്ടും വെള്ളത്തിലായി. ഇൻഫോ പാർക്ക് മേഖലയിലും കനത്ത വെള്ളക്കെട്ടായിരുന്നു. തിരുവനന്തപുരം നഗരവും വെള്ളക്കെട്ടിലായി. പ്രധാന വ്യാപാര കേന്ദ്രമായ ചാല ഒറ്റപ്പെട്ടു. സംസ്ഥാനത്താകെ ജൂൺ 2 വരെ മഴ ശക്തമായി തുടരും. വന്യജീവി ആക്രമണം. സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കും. 27 പുതിയ തസ്തികയ്ക്ക് മന്ത്രിസഭാ തീരുമാനം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വനംവകുപ്പിൽ 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിൻ്റെ നടത്തിപ്പിന് 9 വീതം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ, ഫോറസ്റ്റ് ഡ്രൈവർ, പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകൾ സൃഷ്ടിക്കും. ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയ്ക്ക് ശേഷമെന്ന മോദി. ഗാന്ധി പൈതൃകം നശിപ്പിച്ചത് മോദി എന്ന കോൺഗ്രസ്. റിച്ചാർഡ് അറ്റൻബറോയുടെ ഗാന്ധി സിനിമ 1982 ഇറങ്ങുന്നതുവരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെ അറിയില്ലായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ABP ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഗാന്ധി മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ആഗോള മതിപ്പുണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നില്ലേ? ആർക്കും അദ്ദേഹത്തെ അറിയുമായിരുന്നില്ല. ഗാന്ധി സിനിമ പുറത്തു വന്നപ്പോൾ ഇതാരാണെന്ന് ലോകത്തിന് കൗതുകം തോന്നി. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകത്തിന് അറിയാമായിരുന്നെങ്കിൽ അതിലൊട്ടും കുറഞ്ഞയാളായിരുന്നില്ല ഗാന്ധി എന്ന കാര്യം സമ്മതിച്ചേ പറ്റൂ എന്നും മോദി പറഞ്ഞു. യഥാർത്ഥത്തിൽ ലോകത്തിന് ഗാന്ധിജിയെ അറിയില്ലായിരുന്നോ? ദണ്ഡിയാത്രയോടെ ഗാന്ധിജി ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നിരുന്നു. ലണ്ടനിലും മറ്റും അദ്ദേഹത്തെ കാണാൻ ജനക്കൂട്ടം ഒഴുകിയെത്തി. മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ലേഖകരെ ചുമതലപ്പെടുത്തിയിരുന്നു. 1930-ലെ മാൻ ഓഫ് ദ ഇയറായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്ത ടൈം മാഗസിൻ്റെ 1931 ജനുവരി 5 ലക്കത്തിൻ്റെ കവർ ചിത്രം അദ്ദേഹമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലുള്ളവർ അക്കാലം തൊട്ടേ ഗാന്ധിജിയെ ആരാധിച്ചു. അഭിമുഖത്തിൽ നരേന്ദ്രമോദി പരാമർശിച്ച മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും മഹാത്മജിയുടെ കടുത്ത ആരാധകരായിരുന്നു. കൗമാരത്തിൽ തന്നെ നാസി തടങ്കൽ പാളയത്തിൽ മരിച്ച ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലും ഗാന്ധിജിയുണ്ട്. 1969-ൽ ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയായപ്പോഴേക്കും 40ഓളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ലോകസഭാ ലൈബ്രറിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച 2000-ലേറെ പുസ്തകങ്ങളുണ്ട്. റഫ നഗരഹൃദയത്തിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ. യുദ്ധം ഈ വർഷം മുഴുവൻ തുടരുമെന്ന് ഇസ്രായേൽ. രാജ്യാന്തര കോടതിയുടെ ഉത്തരവും ലോകമെമ്പാടും ഉയരുന്ന പ്രതിഷേധവും കണക്കിലെടുക്കാതെ തെക്കൻ ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. റഫ നഗരഹൃദയത്തിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ ഇരച്ചു കയറുകയാണ്. പടിഞ്ഞാറൻ റഫയിലെ ടെൽ അൽ സുൽത്താൻ,
യബ്ന എന്നിവിടങ്ങളിലും മധ്യ റഫയിലെ ഷബൂറയിലും സൈന്യമെത്തി. വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ടാങ്കുകൾ ഷെല്ലാക്രമണം ശക്തമാക്കി. അഭയാർത്ഥി ക്യാമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ജബാലിയയിൽ കൂടുതലിടങ്ങളിലേക്ക് സൈന്യം നീങ്ങുകയാണ്. റഫയിൽ ഈജിപ്ത് അതിർത്തിക്ക് സമീപമായുള്ള ഫിലാഡൽഫി ഇടനാഴി പിടിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഈജിപ്തും ഗാസയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഈ മേഖലയിലാണുള്ളത്. ഗാസയിലെ പോരാട്ടം ഈ വർഷം മുഴുവൻ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാഖി ഹനജബി പറഞ്ഞു. ഹമാസുമായി വെടിനിർത്തലിന് തയ്യാറല്ലെന്ന സൂചന ആവർത്തിച്ചാണ് ഇസ്രായേൽ പ്രഖ്യാപനം. ഗാസയിൽ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ 7 മുതൽ ഇതുവരെ 36,171 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 81,420 പേർക്ക് പരിക്കേറ്റു. 24 മണിക്കൂറിനിടെ 74 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതിർത്തിയോട് ചേർന്ന ബഫർ സോൺ സൃഷ്ടിക്കാനായി ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റത്തിലൂടെ ഗാസ മുനമ്പിന് അതിൻ്റെ ആകെ സ്ഥലത്തിൻ്റെ 32% നഷ്ടമായതായി ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ച് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ആകെ വിസ്തീർണത്തിൻ്റെ 120 ചതുരശ്ര കിലോമീറ്റർ കയ്യേറ്റം ചെയ്യപ്പെട്ട് ഗാസ ചെറുതായി. ഇതിനിടെ ഇസ്രായേൽ മിസൈലുകളിൽ വിവാദ സന്ദേശം എഴുതിയ US റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹേലിക്കെതിരെ വിമർശനമുയർന്നു. പലസ്തീൻകാർക്ക് നേരെ പ്രയോഗിക്കാനുള്ള മിസൈലിൻ്റെ പുറത്ത് അവരെ കൊന്നൊടുക്ക് എന്നെഴുതുന്ന നിക്കിയുടെ ചിത്രമാണ് വിവാദമായത്. അവയവ കച്ചവടം. കേരള പോലീസ് സേലത്ത് സ്വകാര്യ ആശുപത്രികളിൽ അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്തിന് പിന്നിലെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഏജന്റുമാരെ തേടി സേലത്തെത്തിയ കേരള പോലീസ് സംഘം സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈയിടെയുണ്ടായ അവയവദാന വിവരങ്ങൾ ശേഖരിച്ചു. മുൻപ് മേഖലയിൽ അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ, ലഭിച്ച പരാതികൾ എന്നിവയുടെ രേഖകൾ ലഭിക്കാൻ സംഘം സേലം IG V വിജയകുമാരിക്ക് കത്തു നൽകിയതായാണ് വിവരം. ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി നടത്തിയ മനുഷ്യക്കടത്തിൻ്റെ ഇരയെന്ന് കരുതുന്ന പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന സംശയത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം. 9 വർഷം മുൻപ് സേലത്തെ പ്രമുഖ ആശുപത്രിക്കെതിരെ ഉയർന്ന അവയവ തട്ടിപ്പ് ആരോപണവും തുടർന്നുണ്ടായ അന്വേഷണവും വിവാദമായിരുന്നു. കേജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യം രജിസ്ട്രി തള്ളി. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് തിരികെ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. മദ്യനയ കേസിൽ നിലവിൽ ഇടക്കാല ജാമ്യത്തിൽ തുടരുന്ന കേജ്രിവാൾ ഇളവ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം പരിഗണിക്കാൻ രജിസ്ട്രി വിസമ്മതിച്ചു. ഹർജിക്ക് സാധുതയില്ലെന്നാണ് രജിസ്ട്രിയുടെ വിലയിരുത്തൽ. ആരോഗ്യ പരിശോധനയ്ക്ക് ഒരാഴ്ചത്തേക്ക് കൂടി സമയം നീട്ടി നൽകാനാണ് കേജ്രിവാൾ അപേക്ഷ നൽകിയത്. എന്നാൽ ഇത് ലിസ്റ്റ് ചെയ്യാനാകില്ലെന്നും ഹർജിക്ക് സാധുതയില്ലെന്നും രജിസ്ട്രി അറിയിച്ചു. വിചാരണ കോടതിയിൽ സ്ഥിരജാമ്യത്തിന് അപേക്ഷ നൽകാനും നിർദ്ദേശം നൽകി. ഫലത്തിൽ ജൂൺ 2 തന്നെ ജയിലിലേക്ക് മടങ്ങണം. കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ് സുപ്രീം കോടതിയിലെ പ്രധാന ഹർജി. അതിൽ വാദം പൂർത്തിയാക്കിയതും വിധി പറയാനായി മാറ്റിയതും രജിസ്ട്രി ചൂണ്ടിക്കാട്ടി. മാർച്ച് 21 അറസ്റ്റിലായ കേജ്രിവാളിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലും ജയിലിലുമായി 50 ദിവസം കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ 10 കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. കൊടും ചൂടിൽ നിന്ന് കാലവർഷത്തിലേക്ക് മഴയിൽ വേണം കരുതൽ. മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് അല്പം ശ്രദ്ധ നൽകണം. കടുത്ത ചൂടിൽ നിന്ന് തണുത്ത മഴക്കാലത്തിലേക്ക് മാറുമ്പോൾ ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രായമായവരെയാണ്. മഴക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ അല്പം മുൻകരുതലെടുക്കാം. ഭക്ഷണം ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. ഭക്ഷ്യവിഷബാധ പോലുള്ള അസുഖങ്ങൾ പ്രായമായവരെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കഴിവതും വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ നന്നായി കഴുകുകയോ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുക. തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ കൈകളോ ഉപയോഗിച്ച് മുഖം മറയ്ക്കുക. ടിഷ്യൂ പേപ്പർ അതിനുശേഷം ഡസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക. ഹാൻഡ് കർച്ചീഫുകൾ ഉപയോഗിക്കുക. ഇത് പതിവായി മാറ്റാൻ ശ്രദ്ധിക്കണം. മഴ നനഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ കുളിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ തണുത്ത വെള്ളത്തിന് പകരം ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്നതിനാൽ പ്രായമായവർക്ക് കൊതുകിൽ നിന്ന് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണം. ഇതിനായി കൊതുക് നശീകരണ വസ്തുക്കളും കൊതുക് വലകളും ഉപയോഗിക്കാം. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം.
മഴക്കാലത്ത് പുറത്തു പോകുമ്പോൾ ഒട്ടും നനയാതിരിക്കാൻ ഒരു കുട കയ്യിൽ കരുതുക. മഴയത്ത് ഫേസ് മാസ്ക് നനഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റണം. മഴക്കാലത്ത് മാസ്കിന് പകരം ഫേസ് ഷീൽഡ് ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. വീട്ടിലെത്തിയാലുടൻ തന്നെ നനഞ്ഞ വസ്ത്രവും റെയിൻകോട്ടും മാറുക. ഈർപ്പം മൂലം ഫംഗസ്, ബാക്ടീരിയ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വീടിൻ്റെ ഉൾഭാഗം ശുചിയായി സൂക്ഷിക്കണം. ഈർപ്പവും ഫംഗസും പൊടിയുമൊക്കെ ഉണ്ടെങ്കിൽ വീടിനുള്ളിലെ വായുവിൻ്റെ ഗുണനിലവാരം കുറയുകയും ശ്വസന സംബന്ധമായ അസുഖങ്ങൾ വേഗം പിടിപെടുകയും ചെയ്യും. വീടിനുള്ളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കുകയും മുറികളിലെ ഈർപ്പം ഒഴിവാക്കുകയും ചെയ്യുക. മഴക്കാലത്ത് തണുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. വെയിലത്ത് ഉണക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയൺ ബോക്സോ ഡ്രയറോ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണക്കിയെടുക്കുക. നനഞ്ഞ പാടെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ പ്രവേശിക്കുന്നത് അസുഖം പിടിപെടാൻ കാരണമാകും. ശരീരം നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം AC റൂമുകളിലേക്ക് പ്രവേശിക്കുക. ശുഭദിനം. നന്ദി.